അപ്പോൾ അങ്ങനെ നമ്മൾ മുരുടേശ്വർ എത്തിയൊക്കെയാണ്. മുരുടേശ്വർ ഹായ്, ഋഷി വ്ളോഗിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ മുരുടേശ്വർ വന്നൊക്കെയാണ്. മൂകാംബിക തൊഴുത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടുന്നത്. നല്ല മഴയാണ് കേട്ടോ, അത് കാരണം പിന്നെ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക്. അതെ അതെ. അപ്പോൾ മുരുടേശ്വർ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. മുരുടേശ്വറിൻ്റെ ആ ശിവൻ്റെ പ്രതിമേനോടിക്ക് പോകാൻ പറ്റും തോന്നില്ല. അവിടെ പണി നടക്കുക. കടലൊക്കെ ആരും ഇറക്കണില്ല കേട്ടോ. മറ്റേ സ്കൂബ ഡൈവിങ് ഒന്നുമില്ല ഇവിടെ. വെള്ളം നിറഞ്ഞ് കിടക്കുക. ഇതാണ് നമ്മുടെ ഗോപുരം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇതാണ് അപ്പം ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ വരുന്നത്. ശിവന്റെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അവര് എന്താ സംഭവം കെട്ടി വെച്ചൊക്കെ കമ്പിയുടെ ഉള്ളിൽ. അല്ലെങ്കിൽ നല്ല രസമായിരുന്നു. ഇതാ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടാ ക്യാമറ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറം ഭാഗത്ത് നിന്നിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. ഇതാണ് അമ്പലം കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ലിഫ്റ്റിൽ കയറുകയാണ്. 17 നിലകളുണ്ട് കേട്ടോ. ലിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കണോ നമ്മുടെ ബുർജ് ഖലീഫ പോലെ. പക്ഷെ അത്ര ഫാസ്റ്റ് അല്ല. അല്ല, ഇവിടെ ഞാൻ പറഞ്ഞതാ ലിഫ്റ്റ് പോണത്. അത് നമ്മുടെ കൂടെ വേറെ കുറെ ആൾക്കാർ കൂടെ ഉണ്ട്. അത് സൗണ്ട് െത്തി. ഇതാണ് ഇതിന്റെ മുകളിലേക്ക് നിൽക്കുമ്പോഴുള്ള കാഴ്ച കേട്ടാ. ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും, നമുക്ക് പോവാട്ടാ. അതൊരു ദ്വീപ് പോലെ ഉണ്ടാക്കിയേക്കാണ്. അത് ഞങ്ങൾ മുകളിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടാ. ഈ ശിവന്റെ സൈഡിലേക്കും ഇവിടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടാ. ഇങ്ങനെ സ്ഥലത്തേക്ക് കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടാ. പണ്ട് നമ്മളിവിടെ ബോട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ഇതാ മലയൊക്കെ ചുറ്റിയിട്ടൊക്കെ ബോട്ട് പോവായിരുന്നു, സ്പീഡ് ബോട്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര മഴയായ കാരണം എങ്ങോട്ടും ഇറക്കുന്നില്ല. ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് മാത്രമേ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. അവർ പറഞ്ഞതേ കണ്ട അറ്റത്ത് അവിടെ കടലിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കയറിയിരുന്നു. അവിടെ കയറിയിട്ട് അവിടെ കുറേ ഇത് പോയി സ്ഥലങ്ങൾ. വെള്ളം പോകണം നോക്കി അറ്റത്ത് കടൽ വെള്ളം പോകണമല്ലോ. ഭയങ്കര പ്രക്ഷോഭമാണ്. അത് കാരണമാണ് നമ്മളെ ബോട്ടിങ് ഇല്ലാത്തത്. മീൻ പിടിക്കുന്ന ആൾക്കാർ മാത്രം നിങ്ങൾക്ക് കാണാം അവിടെ. അത് ഇവിടുത്തെ ആൾക്കാരാണ് വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നത്. അവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളേ ഇവിടെ ഒരു നബീ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ. അപ്പം അതിൻ്റെ മുകളിൽ നിന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് സൈഡിലേക്ക് നോക്കിയിട്ട് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നിങ്ങൾക്കത് റിപ്പീറ്റഡ് വ്യൂ ആയിരിക്കും ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ ബീച്ച് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇത് പണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ അത് മാറി ഇപ്പോൾ വേറെ എന്താ പേരൊക്കെ. അപ്പോൾ ഇവിടെ ചായ ഇതൊക്കെ കുടിച്ചിട്ട് ഇവിടെ കടലിൻ്റെ അവിടേക്ക് ബീം കെട്ടിയിട്ട് ഉയർത്തിയിട്ടാണ്. കടലിൽ തന്നെ കടൽ തന്നെ നോക്കിയിരിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്ത് രസമാണ്. നമ്മളെ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. എനിക്ക് എന്തെങ്കിലും വേണോ? വേറെ ഐസ്ക്രീം വേണോ? എന്ത് ഐസ്ക്രീം? ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ശിവൻ്റെ അടുക്ക് കയറാൻ ഉള്ള സ്ഥലം. അയ്യോ, ഒരു വലിയ കയറ്റമാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ചായ കുടിച്ചത്. ഇതേനാ അശ്വതി കയറുന്നു, കിട്ടു കയറുന്നു, ലച്ചു കയറുന്നു. ഇതാണ് ഇതിൻ്റെ സ്ഥാപകൻ RN ഷെട്ടി കേട്ടോ.
ആ ഫസ്റ്റ് കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ ശിവൻ്റെ അടുത്ത് കാണുന്നത്, അത് രാവണൻ ആത്മലിംഗം ഗണപതിക്ക് കൈമാറുന്ന ഒരു സ്റ്റാച്ചു ആണ് വെച്ചേക്കണത്. ശിവൻ്റെ അടുത്ത് കാണുന്നില്ലേ, ശിവലിംഗം വേണമെന്ന് പറഞ്ഞിട്ട് രാവണൻ തപസ് ചെയ്യുന്നതും, പിന്നെ കണ്ടോ ശിവലിംഗം വേണമെന്ന് പറഞ്ഞിട്ട് രാവണൻ തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശിവലിംഗം, ശിവൻ്റെ സ്വന്തം സ്വരൂപം തന്നെ ശിവൻ കൊടുക്കും രാവണന്. പക്ഷെ രാവണനെ പോലെ ഒരു അസുരന് ശിവലിംഗം കൊടുക്കുന്നത് ഭയങ്കര അപകടമാണെന്ന് അറിഞ്ഞപ്പോൾ അത് തിരിച്ചു മേടിക്കാനായിട്ട് ഗണപതിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് താഴെ വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രാവണൻ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ബാലകൻ്റെ രൂപത്തിൽ ഗണപതി വരികയും, അപ്പോൾ ഗണപതിയോട് പറയും നീ ഇത് പിടിച്ച് നിൽക്കണം, ഇത് താഴെ വയ്ക്കരുതെന്ന് പറയും. പക്ഷേ ഗണപതി അത് വാങ്ങി സമ്മതിച്ചതിന് ശേഷം ഈ ശിവലിംഗം താഴെ വയ്ക്കും. അതാണ് കഥ. ഭഗീരഥ പ്രയത്നത്തിൻ്റെ കഥ കേട്ടാ. നമ്മളുടെ ഭഗീരഥ എന്ന് പറഞ്ഞ മഹർഷി ഗംഗനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമശിവനെ തപസ് ചെയ്തിട്ടുള്ള കഥയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. എന്തിങ്ങനെയായേ